ഈ സീസണിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥി ഞാൻ റെക്കമെൻഡ് ചെയ്ത് വരെ അവിടെ കയറിയിട്ടുണ്ട്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്രേ പറയാൻ പറ്റുള്ളൂ. അത് ആരാന്ന് ചോദിക്കുന്നത് പറയത്തില്ല. ഇത് മണിമോളാണ്. ഞാൻ ദുബായിലോട്ട് വരാൻ പോവാണ്. അതും ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം എന്റെ ഫസ്റ്റ് ഇന്റർനാഷണലൊക്കെ നല്ലൊരു സ്നേഹമുണ്ടോ? കാരണം അനുമോൾ വെൽ നോൺ ഫേസ് ആണ്, അവളെ ഓൾറെഡി ആർട്ടിസ്റ്റ് ആണ് അല്ലേ. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മുടെ ബിൻസിയുടെയും അപ്പാനിയുടെയും വിഷയം ഒന്ന് ചെറിയ രീതിയിലൊന്ന് ക്ലാരിറ്റി വരുത്താനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞ വീഡിയോ കൂടി ഞാൻ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. പക്ഷെ കുറച്ചുകൂടെ വ്യക്തത വരുത്തണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ അപ്പം ഈ ഒരു അപ്പാനിയുടെയും അതുപോലെ ബിൻസിയുടെയും പ്രശ്നം, ഒരു ഒളിക്യാമറ വീഡിയോ ഉണ്ടല്ലോ, അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് കുറച്ചൊന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെട്ടം ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. കാരണം വൈകിട്ട് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഏകദേശം ഇപ്പോൾ എത്ര മണി 5:30 ആയതുകൊണ്ടാണ് ചെറിയൊരു ലൈറ്റിൻ്റെ പ്രശ്നം. ഈ വെട്ടമൊന്നും അല്ലല്ലോ പ്രധാനം, ഇതിനകത്തുള്ള കണ്ടൻ്റ് അല്ലേ പ്രധാനം അല്ലേ. അപ്പം ഞാൻ ആ വീഡിയോ ഒന്നും കൂടെ വയ്ക്കാം, നിങ്ങളത് വ്യക്തമായിട്ടൊന്ന് കാണ്. അപ്പം ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ആ കമൻറ്റ് വെച്ചിട്ട് ഞാൻ കുറേ ഒന്ന് സെർച്ച് ചെയ്ത് തപ്പിയപ്പോഴത്തേക്ക് എനിക്കും ഏകദേശം കുറച്ചൊന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഈ ഒളിക്യാമറ വീഡിയോയ്ക്കകത്ത് കുറച്ചൊരു ക്ലാരിറ്റി കിട്ടി. ഇപ്പോൾ കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ ബിൻസിയുടെ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കമൻറ്റാണ്. കാരണം ബിൻസി എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇട്ടിരുന്ന ഡ്രസ്സും ഇതും എയർപോർട്ടിൻ്റെ അകത്ത് വെച്ചുള്ളൊരു സീനാണ്. അപ്പോൾ അതിനകത്തുള്ള ഡ്രസ്സും സെയിം ഡ്രസ്സാണ്, പക്ഷേ ഈ 2 ഡ്രസ്സിനും കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാനത് നോട്ട് ചെയ്യാൻ ആ ഒരു കുറേ വീഡിയോ ക്ലിപ്പൊക്കെ പഴയ RJ ബിൻസി എയർപോർട്ടിൽ നിന്ന് വരുന്ന വീഡിയോ ക്ലിപ്പൊക്കെ എടുത്ത് കണ്ട സമയത്ത് ബിൻസി ഇട്ടിരുന്ന ടീഷർട്ടിൻ്റെ കളറും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ വേറെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതിനകത്ത് നമ്മൾ ഈ മോഡ് മാറ്റിയിടുമല്ലോ ക്യാമറയ്ക്കകത്ത്, ഫോണിൽ നിന്ന് എടുക്കുവാണെങ്കിൽ മോഡ് മാറ്റിയിട്ട് ചിലപ്പം ഇവർ ഡയറക്റ്റ് അല്ലല്ലോ ഇതെടുത്ത് ലൈവായിട്ടല്ലല്ലോ അപ്ലോഡ് ചെയ്യുന്നത്, വീഡിയോ എടുത്ത് സേവ് ചെയ്തതിന് ശേഷമാണ് ഇവർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്ത സമയത്ത് ഇനി ഫിൽറ്ററും ഫിൽറ്റർ മാറ്റിയിട്ടാൽ ചിലപ്പം ഡ്രസ്സിൻ്റെ കളറൊക്കെ വ്യത്യാസം വരാം, അങ്ങനെയും വരാം. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നുകൂടെ വീഡിയോ ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാൻ ആ വീഡിയോ ഇപ്പം ഒളിക്യാമറ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, വൈറൽ വീഡിയോയും കൊടുക്കാം, ബിൻസി അല്ലാതെ അതേ സെയിം ടീഷർട്ട് ഇട്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന വീഡിയോയും കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആ ഡ്രസ്സിൻ്റെ ഏകദേശം കളർ ഇവിടെ മനസ്സിലാവും. പിന്നെ എന്തൊക്കെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി, ഉഷാറായിട്ടിരിക്കുന്നു. ഓക്കെ, കണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണാം. അപ്പം ഇത് ഒന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ടും കുറേ PR കാരണം ഇത് സാധാരണപ്പെട്ട ഈ ജനങ്ങൾ കമൻ്റ് ഇടുന്നത് നമുക്ക് ഓക്കെ, അവരെ അഭിപ്രായങ്ങളോ അവരെ ഈ പറഞ്ഞിട്ടുള്ള അവർക്കുണ്ടാകുന്ന വികാരങ്ങളൊക്കെയാണ് അവർ കമൻറ്റിലൂടെ അറിയിക്കുന്നത്, അത് ഓക്കെ. പക്ഷേ ഇതുപോലുള്ള വീഡിയോകൾ പടച്ചു വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PR ടീമിൻ്റെ പരിപാടികളാണ്. ഒരാളെ നെഗറ്റീവ് ആക്കുന്നതും ഒരാളെ പോസിറ്റീവ് ആക്കുന്നതും പബ്ലിക്കിൽ കൊണ്ടിട്ട് ഇതുപോലെ ഒരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയിട്ട് PRകൾ പല പരിപാടിയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ PR വർക്കിലൂടെ ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് എനിക്കും തോന്നുന്നത്. കാരണം ഒരു ബിഗ് ബോസ് ഷോ കഴിഞ്ഞടേ, കാരണം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ചെളിവാരി എറിഞ്ഞ്, കാരണം ഈ നമുക്കൊരു കണ്ടസ്റ്റൻസ്, നമ്മൾ ബിഗ് ബോസ് ഷോ നിൽക്കുന്ന സമയത്ത് അതിനകത്തൊരു കണ്ടസ്റ്റൻസ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അത് ഷോ കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും അതിനകത്ത് നീ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ ഇങ്ങനെ ചെയ്തില്ലേ, നിനക്ക് അങ്ങനെ വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ അവരെ പുറവേ പോകുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഷോ കഴിഞ്ഞു, ഗെയിം കഴിഞ്ഞു, കപ്പ് ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. പല ആൾക്കാർക്കും പല അഭിപ്രായമാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് അനീഷാണ് ഡിസർവിങ് എന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ പറയുന്നുണ്ട് അനു തന്നെ ആയിരുന്നു ഡിസർവിങ് എന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ പറയുന്നുണ്ട് നെവിനായിരുന്നു ഡിസർവിങ് എന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ പറയുന്നത് സാബുമാനാണ് ഡിസർവിങ് എന്ന്. അപ്പോൾ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണ്. സാബുമാനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും സാബുമാൻ്റെ ഫാമിലിയും റിലേറ്റീവ്സിനെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും സാബുമാൻ്റെ പേരേ പറയൂ അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇവർക്കൊരു ലൈഫുണ്ട്, ഒന്നത്തെ കാര്യം. ഇപ്പോൾ ബിൻസിക്ക് ഇത്രയും പ്രശ്നമില്ല, പ്രശ്നമില്ലെന്നല്ല, പുള്ളിക്കാരിക്കും പ്രശ്നമുണ്ട്. പക്ഷേ അപ്പാനിയുടെ കേസ് എടുക്കുവാണെങ്കിൽ പുള്ളിക്കാരൻ കല്യാണം കഴിച്ചു, കുട്ടിയുണ്ട്, അടുത്ത ഭാര്യ പ്രഗ്നൻ്റ് ആയിട്ട് 8ാം മാസമോ 9ാം മാസം കൊണ്ട് ആവാറായിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനൊരു വിഷയം നമ്മൾ ഈ PR വർക്കാണെങ്കിലും എന്ത് മണ്ണങ്ങട്ടയാണെങ്കിലും ഇതൊക്കെ കൊണ്ടിടുന്ന സമയത്ത് അവരെ ഫാമിലിയിൽ അവരെ
അവരുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു വിഷയം കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലൊന്ന് ചിന്തിക്കണം. മറ്റുള്ളവരുടെ ലൈഫ് തകർത്തിട്ട് നമുക്ക് എന്ത് കിട്ടാനാ അല്ലേ? സത്യം ഉള്ളതായിട്ട് നമ്മൾ പറയണം അല്ലേ? ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടിട്ട് വേണമെങ്കിൽ ഈ ബിൻസിയും അപ്പാനെയും നല്ല രീതിയിൽ ഈ ഒരു വീഡിയോ എടുത്തു വെച്ച് മോശക്കാരാക്കിയിട്ട് വിമർശിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അനുമോളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇവരോട് ദേഷ്യമുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് എനിക്കൊരു 10 കമൻ്റ് വരുമായിരിക്കും അല്ലേ? അതുകൊണ്ട് എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? അവരെ പ്രാക്ക് കൊണ്ടിട്ട് അവർ പ്രാവുന്ന ആരാണ്? ഈ കമൻ്റ് ഇട്ട ആളെ പ്രാവില്ല. വീഡിയോ ചെയ്ത് ഇറക്കി വിട്ടേക്കുന്ന ആളെയില്ലേ പ്രാവു. അപ്പം പിന്നെ കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഇവരെ വലിച്ചീരി അങ്ങ് ഒട്ടിക്കാനൊന്നുമില്ല. ഈ ഒരു വീഡിയോ ഫേക്ക് വീഡിയോ ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ അപ്പാനി ഈ ബിൻസിയുടെ ഇടുപ്പിനകത്ത് പിടിക്കുന്ന സമയത്ത് ബിൻസിക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല. ബിൻസി എന്തോടെ റോബോട്ടും വല്ലതും ആണോ? ഒരു പെണ്ണ്, സാധാരണ ഒരു പെണ്ണിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കയ്യിൽ തൊട്ടാൽ പോലും ആ പെണ്ണ് തിരിച്ചൊന്ന് പ്രതികരിക്കുന്നു വെച്ചാൽ നമ്മൾ അറിയാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അറിയാതെ കയ്യിൽ സ്പർശിച്ചാൽ പോലും പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യും അല്ലേ? ഒന്ന് ഞെട്ടെങ്കിലും ചെയ്യും. ഇവിടെ ഇടുപ്പി പിടിച്ചിങ്ങനെ ഒന്ന് പിടിച്ച് നുള്ളിയിട്ട് പോലും അവിടെ ബെൻസി ഒന്നും അറിയുന്നില്ല. കൊള്ളാടി, ഇത് എഡിറ്റ് ചെയ്തവനെ സമ്മതിക്കണം കേട്ടോ. എന്നാലും കുറച്ചുകൂടെ എഡിറ്റ് ചെയ്ത് ആരാണെങ്കിലും കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യായിരുന്നു. കാണുന്നവർക്ക് ഒരു സുഖം വേണ്ടായിരുന്നടി. എന്നാലും എഡിറ്റിങ് മോശമെന്നാണെങ്കിലും പറയാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്, ഒരു ഒന്നിൽ എഡിറ്റഡ് വീഡിയോ അല്ലെങ്കിൽ അത് റിയൽ വീഡിയോ ആണെങ്കിൽ അതിനകത്ത് വലിയ മോശമൊന്നും കാണുന്നില്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഭാഗത്ത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ഇതുണ്ടെങ്കിൽ അവർ തൊടുന്നതിനും പിടിക്കുന്നതിനും ആ കൊച്ചിന് കുഴപ്പമില്ല. പിന്നെ എന്തിനാണ് നാട്ടുകാർക്ക് കുഴപ്പം? അപ്പോൾ എന്തായാലും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഓക്കെ, അത് പോട്ടെ, ഞാൻ അടുത്ത വീഡിയോട്ട് പോകാം. അനുമോൾ എലിജിബിൾ ആയതുകൊണ്ടാണല്ലോ ഉറപ്പായിട്ടും വിന്നർ ആയത്. അതെ അതെ തീർച്ചയായും. ഐ ആം സോ ഹാപ്പി ഫോർ ഹർ. ആണ്, നല്ല ഹാപ്പിയാണ്. ഇപ്പൊ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ സിദ്ധാർത്ഥ എല്ലാ സീസണിലും ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സീസണിലും ഞാൻ കാണാറുണ്ട്. സീസൺ 6 ഞാൻ കണ്ടായിരുന്നു പ്രഡിക്ഷൻ ലിസ്റ്റില്. പക്ഷെ സിദ്ധാർത്ഥിന് ബിഗ് ബോസിൽ ഞാൻ കണ്ടില്ല. ബിഗ് ബോസിൽ പോകുന്നില്ലേ? നിലവിൽ ഇപ്പോൾ ഈ നിമിഷം വരെ പോകണ്ടെന്നുള്ളതാണ് തീരുമാനം. ആണല്ലേ? ബിഗ് ബോസിന് വിളിച്ചിട്ടുണ്ടോ? ശരിക്കും ഒഫീഷ്യൽ കോൾ ഒന്നും വന്നിട്ടില്ല. അതിന്റെ ടെക്നിക്കൽ സൈഡിലും ക്രിയേറ്റീവ് പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് വ്യക്തിബന്ധം ഉള്ളവരാണ്. ഈ സീസണിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥി ഞാൻ റെക്കമെൻഡ് ചെയ്ത് വരെ അവിടെ കയറിയിട്ടുണ്ട്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ആരാന്ന് ചോദിക്കുന്നത് പറയത്തില്ല, ഞാൻ അങ്ങനെ ചോദിക്കില്ല. അപ്പൊ ഇനി മയത്തിലൊക്കെ തള്ളുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ? കൊള്ളയാണോ കള്ളാണോ എനിക്കറിയത്തില്ല. അവർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ബിഗ് ബോസിൻ്റെ അകത്ത് ഒരു കണ്ടസ്റ്റൻസ് അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നത്. എനിക്കൊന്ന് അത് കപ്പും കൂടെ ഒന്ന് മേടിച്ചു കൊടുക്കാമെന്ന് റെക്കമെൻഡ് ചെയ്തുകൂടായിരുന്നു. എന്തായാലും ബിഗ് ബോസിനകത്ത് കയറാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തു, അയാൾ കയറി. എന്നാൽ പിന്നെ ഒരു കപ്പും കൂടെ റെക്കമെൻഡ് ചെയ്തായിരുന്നെങ്കിൽ കിട്ടിപ്പോയേനല്ലേ. നീ ഒരു കാര്യം ചെയ്യുവാനേ, എന്നെ കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യടാ. നിനക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഈ ഷോയുടെ ബിഗ് ബോസ് എന്നുള്ളൊരു ഷോ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു വിശ്വാസം തകർന്ന് ഈ ഒരു സീസൺ കൊണ്ടിട്ട് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പം വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ഒരു ഷോയോട് കുറച്ച് ഇഷ്ടം ഉണ്ടായിരുന്നു, അതും പോയി കിട്ടി. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ലാലേട്ടൻ്റെ ഏതോ ഒരു സീസണിനകത്ത് പറയുന്നത് കേട്ടായിരുന്നു. ഇത് ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവരെ മെൻ്റൽ പരമായിട്ടും ഫിസിക്കൽ പരമായിട്ടും എല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇവരെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇപ്പം എല്ലാം കറങ്ങിത്തിരിഞ്ഞ് ഉൾട്ടയായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ പ്രണവ് പറയുന്നത് എന്താണ്? പ്രണവ് എന്നല്ലേ പേര് അല്ലേ? ഞാൻ സീരിയലൊന്നും കാണാറില്ല. മറ്റേ ഏതോ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, അതൊക്കെ അതിൻ്റെ റീൽസൊക്കെ കാണുമായിരുന്നു. അപ്പം ഈ ചെറുക്കൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ആരും ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും ഇത് റെക്കമെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അതുള്ള ഈ ഷോയോടുള്ള ഒരു വില പോലും പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണോടുകൂടി, സീസൺ 7 നിങ്ങളുടെ സ്വന്തം അനുമോളാണ്. ഞാൻ ദുബായിലോട്ട് വരാൻ പോവാണ്. അതും ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം എന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. എന്നെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേര്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അവരെല്ലാരും കാണാനും ഈ ഒരു പ്രോഗ്രാം അടിച്ചു പൊളിക്കാനായിട്ട് ഞാൻ ദുബായിലോട്ട് വരാൻ പോവുകയാണ്. അപ്പൊ ഈ പ്രോഗ്രാം അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 വിന്നർ അനു ദുബായിലോട്ട് പോകാൻ പോവുകയാണ്.
അപ്പോൾ ഞാനിത് യാദൃച്ഛ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കണ്ടത്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്കിതിവിടെ ഈ ഒരു വീഡിയോ എടുത്തു വെച്ച് പറയാൻ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും നിങ്ങൾ ദുബായി പോവാണ് അനു. അപ്പം അനു പറഞ്ഞൊരു കാര്യമുണ്ട്. അനുവും അതുപോലെ അനീഷും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും എതിരെ ഏതോ ഒരു 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 വീഡിയോ അടിച്ചിറക്കി വിട്ടായിരുന്നു. ഇവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഗോൾഡൻ വിസ 10 വർഷത്തേക്ക് കൊടുത്തെന്നോ ദുബായിൽ ഏതോ വലിയ ഫ്ലാറ്റ് കൊടുത്തെന്നോ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് ന്യൂസ് അടിച്ചിറക്കി വിട്ടായിരുന്നു. അനീഷ് പ്രതികരിച്ചായിരുന്നു. അപ്പോൾ അനു പ്രതികരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദുബായിൽ വരുന്ന സമയത്ത്, എന്തെങ്കിലും ദുബായിൽ എത്തുന്ന സമയത്ത് ഞാൻ അവിടുത്തെ പോലീസിൽ സൈബർ സെല്ലിൽ പരാതി കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അനു ഇത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ദുബായിൽ ചെന്നിട്ട് അവിടുന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തേ പറ്റൂ. കാരണം നിങ്ങൾ പറഞ്ഞതാണല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യുന്നതെന്നൊന്ന് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പം പറഞ്ഞത്. അപ്പോൾ ഇത് യാദൃച്ഛികമായിട്ടാണ് ഇത് ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും അനു ദുബായിൽ പോകുന്നുണ്ട്. കാരണം അനു പറഞ്ഞ ആ ഒരു 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 വാക്കിന് വില കാണിക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത്. പരാതി കൊടുക്കണം, കംപ്ലൈൻറ്റ് കൊടുക്കണം. കാരണം ഇതുപോലെ കുറേ ഫേക്കുകൾ ഉണ്ട്. പരാതി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലടേ, അത് വേറെ കാര്യം. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോ. ഈ അനുമൽ ജയിക്കുന്ന മെയിൻ കാരണം പെണ്ണുങ്ങൾക്ക് നല്ലൊരു സ്നേഹമുണ്ടോ? കാരണം അനുമൽ വെൽ നോൺ ഫേസ് ആണ്. അവളെ ഓൾറെഡി ആർട്ടിസ്റ്റ് ആണ് അല്ലേ? അറിയാം, എല്ലാവർക്കും അറിയാം. സോ വോട്ട് കിട്ടുന്ന വേണ്ടി അവൾക്ക് ജസ്റ്റ് ദിസ് മച്ച് ഓൺലി. സോ അവൾക്ക് കാലുകൈ പിടിച്ചിട്ടല്ല. കാരണം എല്ലാവർക്കും ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ജാൻമണി വിവരമില്ലെങ്കിലും ബുദ്ധിയുണ്ട് കേട്ടോ. ഇവർ പറഞ്ഞൊരു കാര്യം കറക്റ്റ് തന്നെ. അനുമോള് ജയിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂട്ടം വീട്ടമ്മമാർ, ഒരു കൂട്ടം ഇതുപോലെ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം വീട്ടമ്മമാർ, ചേച്ചിമാർ, കുട്ടികൾ, ഇവരെ കൊണ്ട് അവർ കാരണമാണ് അനു ജയിക്കാൻ തന്നെ കാരണം. കാരണം അവരെ ഈ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. തമാശ പറഞ്ഞ കേട്ടോ. ഇനിയിപ്പം അതും പിടിച്ചോണ്ട് വരല്ലേ, തമാശ പറഞ്ഞാണ്. അപ്പം ഫാമിലി ഓഡിയൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അമ്മമാർ, പെങ്ങന്മാർ, ഇതുപോലുള്ള ചേച്ചിമാർ. അപ്പോൾ അവരൊക്കെ വോട്ട് ചെയ്തിട്ടാണ് അനു ജയിക്കാൻ തന്നെ കാരണം. കാരണം എന്ന് വെച്ചാൽ ആണുങ്ങൾ ആരുടെ വോട്ട് ചെയ്യുന്നത്? ആപ്ലിക്കേഷനിൽ പോയിട്ട് ആരെങ്കിലും വോട്ട് ചെയ്യുമോ? കുറച്ച് തുച്ഛമായിട്ടുള്ള ആൾക്കാർ വോട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത് അനുവിനാണ് കേട്ടോ. അവർ പറഞ്ഞുള്ളത് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ബുദ്ധിയില്ലെങ്കിലും വിവരമില്ലെങ്കിലും ബുദ്ധിയുണ്ട് അല്ലേ. എന്തായാലും ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം 6 മണി ആവാറായി. അതുകൊണ്ട് ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് നിർത്താം. ഓക്കെ, RJ ബിൻസിയുടെ മറ്റേ ചാച്ചൻ്റെ ഓട്ടോയുടെ പ്രശ്നമുണ്ടല്ലോ. അപ്പം ഞാനിവിടെ ബിൻസിയെ വെളുപ്പിക്കുകയൊന്നുമല്ല കേട്ടോ. നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വെളുപ്പിക്കുകയൊന്നുമല്ല. ഇവിടെ ഞാനിപ്പം ഈ ഓട്ടോയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കമൻറ്റുകൾ കാണുന്നുണ്ട്. ഒരുപാട് ഇതൊക്കെ ആൾക്കാർ പറയുന്നത് കണ്ടിട്ടുണ്ട്. ചാച്ചൻ്റെ ഓട്ടോയിൽ കയറി പോയോ വന്നോ എന്തെല്ലാം കോമഡി ആയിരുന്നത് വേറെ കാര്യം. അതിനെ എടുത്തിട്ട് ഞാനും ട്രോൾ ചെയ്തിട്ടുണ്ട്, ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇപ്പം ഇത് യാദൃച്ഛികമായിട്ടാണ് ഞാൻ ബിൻസിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു റീല് കണ്ടത്. അപ്പം ഈ സത്യം പറഞ്ഞാൽ ഓടിക്കുന്ന തൊഴിൽ അത്ര മോശമൊന്നുമല്ല. ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. അപ്പം എല്ലാ തൊഴിലിനും അതിൻ്റേതായിട്ടുള്ളൊരു മാന്യതയുണ്ട്. അപ്പം ഞാനൊരു RJ ബിൻസി ഒരു കമൻറ്റിനെതിരെ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കതൊന്ന് പറയണമെന്ന് തോന്നി. കാരണം അത്ര മോശം തൊഴിലൊന്നും അല്ലടേ, അത് വേറെ കാര്യം. കാരണം എനിക്ക് തോന്നുന്നു മറ്റുള്ള തൊഴിലിനേക്കാളും ഏറ്റവും മഹത്വമുള്ളൊരു തൊഴിലാണ് ഓട്ടോ ഓടിക്കുന്നത് അല്ലേ. ആരെയും മെക്കിട്ട് കയറാതെ അവനവൻ്റെ ജോലി നോക്കി പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇത്രയും ബാക്കി നമുക്ക് നാളെ ചെയ്യാം. എല്ലാ ദിവസവും ഉണ്ടല്ലോ ഇങ്ങനെ ഓരോരോ കണ്ടൻറ്റുകൾ. അപ്പോൾ വീഡിയോ ലൈറ്റ് പോകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നാളെ വേറെയും കുറേ വീഡിയോസായിട്ട് വരാം.